നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ആവശ്യപ്പെടാൻ SIT 2 അംഗങ്ങളുടെ പാനൽ SIT കൈമാറും. ലോകായുക്ത പ്രോസിക്യൂട്ടർ ചന്ദ്രശേഖരൻ നായർ, വിജിലൻസ് സ്പെഷ്യൽ GP A രാജേഷ് എന്നിവരാണ് പട്ടികയിലുള്ളത്. കുറ്റപത്രം കാര്യക്ഷമമാക്കാൻ പ്രോസിക്യൂട്ടർമാരുടെ നിയമസഹായം വേണമെന്ന് SIT അറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥ വീഴ്ച തെളിയിക്കാൻ കൂടുതൽ നിയമസഹായം വേണമെന്നും SIT ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയെ അറിയിച്ച ശേഷമായിരിക്കും തീരുമാനം. പ്രതിഭാഗത്ത് ഹാജരാകുന്നത് 2 മുൻ ഹൈക്കോടതി ജഡ്ജിമാരടക്കം പ്രമുഖരുടെ അഭിഭാഷക നിരയാണ്. അതിനിടെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൽ SITക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യം നിഷേധിച്ചിട്ടും പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന സ്ഥിതിയാണ്. ഇത് പൊതുസമൂഹത്തിന് അന്വേഷണത്തിൽ സംശയം ജനിപ്പിക്കുമെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ വാക്കാൽ പറഞ്ഞു. തന്റെ അറസ്റ്റ് നിയമപരമല്ലെന്ന് ആരോപിച്ച് കേസിലെ പ്രധാന പ്രതികളിലൊരാളായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു സിംഗിൾ ബെഞ്ച്. സ്ത്രീധനം നൽകുന്നത് കുറ്റകരമാക്കുന്ന വ്യവസ്ഥ സ്ത്രീധന നിരോധന നിയമത്തിൽ നിന്ന് ഒഴിവാക്കാൻ കേരള നിയമപരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സ്ത്രീധനത്തെ സ്വത്തോ സെക്യൂരിറ്റിയോ ആയി കണക്കാക്കണമെന്നാണ് ശുപാർശ. അതേസമയം വരനോ വരന്റെ കുടുംബമോ ഇത് ആവശ്യപ്പെടുന്നത് കുറ്റകരമാണെന്നും നിർദ്ദേശിച്ചു. സ്ത്രീധനം നൽകുന്നത് കുറ്റമായി കണക്കാക്കുന്ന 3-ാം വകുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സ്വദേശി ടെൽമി ജോളി നൽകിയ ഹർജിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കൻ ആശ്രയത്വം കുറച്ച് കയറ്റുമതി വിപണി വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറിന് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ധാരണയിലെത്തി. 18 വർഷത്തിലധികം നീണ്ട ചർച്ചകളിലൂടെ തയ്യാറാക്കിയ കരാർ നടപ്പിലാകുന്നതോടെ യൂറോപ്പിലെ 27 രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന 97% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെയും തീരുവ കുത്തനെ കുറയും. യൂറോപ്പിൽ നിന്നെത്തുന്ന കാറുകൾ, ചോക്ലേറ്റ്, വൈൻ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെയും വില കുറയും. സ്വതന്ത്ര വ്യാപാര കരാർ കേരളത്തിലെ പരമ്പരാഗത കാർഷിക വ്യവസായ മേഖലകൾക്ക് വൻ നേട്ടമാകും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 50% തീരുവയിൽ പ്രതിസന്ധിയിലായ സമുദ്രോൽപ്പന്നം, കയർ, സുഗന്ധവ്യഞ്ജനം, ടെക്സ്റ്റൈൽ തുടങ്ങിയ മേഖലകൾ വിപണി വികസിപ്പിക്കുന്നതിനും തിരിച്ചടി മറികടക്കുന്നതിനും പുതിയ വ്യാപാര കരാർ അവസരമൊരുക്കും. 2024 കേരള ശാസ്ത്ര പുരസ്കാരം DRDO മുൻ ഡയറക്ടർ ജനറലും ഇന്ത്യയുടെ മിസൈൽ വനിതയുമായ ഡോക്ടർ ടെസ്സി തോമസിന് പ്രതിരോധ ഗവേഷണ വികസന മേഖലയിലെ സംഭാവനകൾക്കാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പും സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും സംയുക്തമായി അവാർഡ് നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച CPM കോൺഗ്രസ് കുറുവ സംഘത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി BJP. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ദല്ലാൾ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള പ്രിയങ്ക ഗാന്ധി MP-യുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കൽപ്പറ്റയിലെ MP ഓഫീസിലേക്ക് ഇന്ന് BJP മാർച്ച് നടത്തും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ദല്ലാൾ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള ആന്റണി MP-യുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പത്തനംതിട്ടയിലെ MP ഓഫീസിലേക്കും ഇന്ന് മാർച്ച് നടക്കും. രാവിലെ 11 മണിക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്യും. കോട്ടയം മുണ്ടക്കയത്തിന് സമീപം ചോറ്റയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 7 പേർക്ക് പരിക്ക്. പാലക്കാട് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറും തമിഴ്നാട് സ്വദേശിയുടെ കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പാലക്കാട് സ്വദേശി ജിനു തോമസ്, ഭാര്യ അനു പോൾ, മക്കളായ അന്ന, മിലൻ, ജോൺ പോൾ, മാതാപിതാക്കളായ ആലിസ് തോമസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കാഞ്ഞിരപ്പള്ളി മേരി ക്വീൻസ് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടത്തായി കൊലപാതക പരമ്പര കേസിലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിസ്താരം ഇന്ന് തുടങ്ങും. DYSP ഹരിദാസിനെയാണ് എരഞ്ഞിപ്പാലത്തെ പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിസ്തരിക്കുന്നത്. റോയ് മാത്യുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് വിചാരണ. ഇതിനകം എല്ലാ സാക്ഷികളെയും പ്രോസിക്യൂഷൻ വിസ്തരിച്ചു കഴിഞ്ഞു. ഒരു സാക്ഷിയെ വീണ്ടും വിസ്തരിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. 2011 കേസിലെ 1-ാം പ്രതി ജോളി തന്റെ ആദ്യ ഭർത്താവ് റോയ് തോമസിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ ആദ്യം വിചാരണ തുടങ്ങിയത് ഈ കേസിലാണ്. അങ്കമാലി എരുമേലി ശബരിപാതയും ഗുരുവായൂർ തിരുനാവായ പാതയും മരവിപ്പിച്ച നടപടി റെയിൽവേ ബോർഡ് റദ്ദാക്കി. കേന്ദ്ര ബജറ്റ് അടുത്ത മാസം 1-ന് അവതരിപ്പിക്കാനിരിക്കെയാണ് ബോർഡിന്റെ നിർണായക തീരുമാനം. ശബരി പദ്ധതിക്ക് സ്ഥലമെടുപ്പ് നടപടികൾ തുടങ്ങാനായി പദ്ധതിയുടെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറണമെന്നും റെയിൽവേ ബോർഡിന്റെ ഉത്തരവിലുണ്ട്. 2 പദ്ധതികളും മരവിപ്പിച്ച നടപടി റദ്ദാക്കണമെന്ന് ദക്ഷിണ റെയിൽവേ ശുപാർശ ചെയ്തിരുന്നു. 3-ാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ഇന്ന് വിധി പറയും.
ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സംബന്ധിച്ച് പ്രോസിക്യൂഷൻ സംശയം ഉന്നയിച്ചതോടെ കഴിഞ്ഞ ദിവസം വിധി പറയുന്നത് മാറ്റിവെച്ചു. പരാതിക്കാരിയുമായി ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമെന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ ശ്രമം. 2 ആഴ്ചയിൽ അധികമായി ജയിലിൽ കഴിയുന്ന രാഹുലിന് ഇന്ന് ജില്ലാ കോടതിയിലും തിരിച്ചടി നേരിട്ടാൽ പിന്നീട് ഹൈക്കോടതി മാത്രമാണ് ആശ്രയം. സംസ്ഥാന ബജറ്റ് നാളെ. 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിക്കുന്നത്. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് മേശപ്പുറത്ത് വയ്ക്കും. കൊല്ലം മുതുപ്പിലക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ടത് പോലീസ് കേസാക്കിയ ദേശവിരുദ്ധരുടെ ഭരണസമിതി പടിക്കു പുറത്ത്. ക്ഷേത്രത്തിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ പാർത്ഥസാരഥി ഭക്തജന സമിതി 27 സീറ്റും നേടി, ചരിത്ര വിജയവും നേടി. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം നീക്കം ചെയ്യാൻ പരാതി നൽകിയ CPM കോൺഗ്രസ് സഖ്യത്തിലുള്ള ഭരണസമിതിയാണ് പരാജയപ്പെട്ടത്. പാർത്ഥസാരഥി സേവാ സമിതി എന്ന പേരിലാണ് CPM കോൺഗ്രസ് സഖ്യം പ്രവർത്തിച്ചിരുന്നത്. ഈ വർഷം പത്മ അവാർഡ് നേടിയ 113 പേരിൽ പത്മശ്രീ നേടിയവരുടെ പട്ടികയിൽ RSV മണിയുമുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻ അണ്ടർ സെക്രട്ടറി ആയിരുന്നു RSV മണിക്ക് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുമ്പോൾ പൊളിഞ്ഞു വീഴുന്നത് കോൺഗ്രസ് ഭരണകൂട ഭീകരതയുടെ വലിയൊരു മുഖംമൂടിയാണ്. 2004 ഇഷ്റത്ത് ജഹാൻ എന്ന പെൺകുട്ടി ഉൾപ്പെടെ 4 പേർ ഗുജറാത്തിൽ പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട കേസിൽ 2009 മാർച്ചിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. അതിൽ ഇഷ്റത്ത് ജഹാൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ട 4 പേരും ഭീകരവാദികളാണെന്ന് പറയുന്നതായിരുന്നു. ഈ സത്യവാങ്മൂലം തയ്യാറാക്കിയത് RVS മണിയായിരുന്നു. അതിൽ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി എന്ന നിലയിൽ ഇദ്ദേഹം ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് 2009 സെപ്റ്റംബറിൽ വീണ്ടും മറ്റൊരു സത്യവാങ്മൂലം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സൃഷ്ടിച്ചു. അതിൽ ഈ 4 പേരും ഭീകരവാദികളല്ലെന്നും ഗുജറാത്ത് പോലീസ് ഒരു ആസൂത്രിത ഏറ്റുമുട്ടലിൽ ഇവരെ വധിക്കുകയായിരുന്നുവെന്നും ഇത് കാവ്യ ഭീകരതയുടെ ഭാഗമായിരുന്നുവെന്നുമാണ് ഈ സത്യവാങ്മൂലം. എന്നാൽ ഇതിൽ ഒപ്പുവെക്കാൻ RSV മണി തയ്യാറായില്ല. ആരാണ് രണ്ടാമത്തെ ഈ നുണക്കഥകൾ നിറഞ്ഞ സത്യവാങ്മൂലം തയ്യാറാക്കിയതെന്ന് തനിക്ക് അറിയില്ലെന്ന് RSV മണി പറയുന്നു. കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് കാവ്യ ഭീകരതയുണ്ടെന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസിലെ സത്യവാങ്മൂലത്തിൽ ഒപ്പുവെക്കാൻ കോൺഗ്രസ് സർക്കാർ RVS മണിയെ പല രീതിയിലും നിർബന്ധിച്ചിരുന്നു. പക്ഷേ അന്ന് അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി ഈ കള്ളസത്യവാങ്മൂലത്തിൽ ഒപ്പുവെക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. തിരുപ്പതി ലഡു കുംഭകോണ കേസിൽ CBI പ്രത്യേക കുറ്റപത്രം സമർപ്പിച്ചു. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് 250 കോടി രൂപയുടെ കുംഭകോണമാണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന ലഡുവുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അഴിമതി നടന്നത്. 3 വർഷത്തിനിടെ 68 ലക്ഷം കിലോ വ്യാജ നെയ്യാണ് വാങ്ങിക്കൂട്ടിയത്. നെല്ലൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കോടതിയിലാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 36 പ്രതികളാണ് കേസിലാകെ ഉള്ളത്. ഉത്തരാഖണ്ഡിലെ ബോലെ ബാബ ഡയറിയാണ് 1ാം പ്രതി. ജമ്മു കാശ്മീരിലെ സോനാമാർഗിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച രാത്രിയുണ്ടായ വൻ ഹിമപാതം പരിഭ്രാന്തി പരത്തിയെങ്കിലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. മധ്യ കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിലെ സോനാമാർഗിൽ രാത്രി 10-12ഓടെയാണ് ഹിമപാതം ഉണ്ടായത്. മലഞ്ചെരിവിലൂടെ താഴേക്ക് ശക്തമായി മഞ്ഞു മൂടിയിരിക്കുന്നതും അതിന്റെ പാതയിൽ നിരവധി കെട്ടിടങ്ങളെ വിഴുങ്ങുന്നതും പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ കാണാം. ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രസിഡന്റ് ദ്രൗപദി മുർമു നടത്തുന്ന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കും. ജനുവരി 28 മുതൽ ഏപ്രിൽ 2 വരെ സമ്മേളനം നടക്കും. ഈ സമയത്ത് ഒരു ഇടവേളയും ഉണ്ടായിരിക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ജനുവരി 28 മുതൽ ഫെബ്രുവരി 13 വരെയും 2ാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും നടക്കും. 2026-27 കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. മുഴുവൻ സെഷനിലും പാർലമെന്റിന്റെ 30 സിറ്റിംഗുകൾ ഉൾപ്പെടും. ശങ്കരാചാര്യസ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിയും യോഗി ആദിത്യനാഥും തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഭരണഘടനയെയും പിന്തുണയ്ക്കുന്നതിനായി താൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അയോധ്യയിലെ ഒരു ഉദ്യോഗസ്ഥൻ രാജിവെച്ചു. ഈ മാസം ആദ്യം മാഘമേളയ്ക്കിടെ പ്രയാഗ്രാജിലെ സംഗമത്തിൽ പുണ്യസ്നാനം നടത്തുന്നതിന് ശങ്കരാചാര്യരും അനുയായികളെയും തടഞ്ഞുവെന്നാരോപിച്ചതോടെയാണ് വിവാദം ആരംഭിച്ചത്. എന്നാൽ തിരക്കേറിയ സ്ഥലത്ത് തിക്കിലും തിരക്കിലും പെടാതിരിക്കാൻ അദ്ദേഹത്തിന്റെ രഥയാത്ര നിർത്തിവെച്ചതായും മറ്റു ഭക്തരെ പോലെ കാൽനടയായി പോകാൻ ആവശ്യപ്പെട്ടതായും ഭരണകൂടം അവകാശപ്പെട്ടു. ശങ്കരാചാര്യൻ ഇതിനെ അപമാനമെന്ന് വിശേഷിപ്പിക്കുകയും പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് യോഗി ആദിത്യനാഥും ശങ്കരാചാര്യരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി.
പാകിസ്ഥാൻ മുഴുവൻ ലോകത്തിനും ഭീഷണിയായി മാറുകയാണ്. അവരുടെ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. 2026 ഫിന്നിഷ് മിലിറ്ററി ഇന്റലിജൻസ് റിവ്യൂ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക ജിഹാദി ശൃംഖലകൾ യൂറോപ്പിന് സ്ഥിരവും വളർന്നുകൊണ്ടിരിക്കുന്നതുമായ സുരക്ഷാ ഭീഷണിയായി മാറിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. മുമ്പ് അവർ ഇന്ത്യക്ക് ഭീഷണിയായിരുന്നു, എന്നാൽ ഇപ്പോൾ അവരുടെ വ്യാപ്തി മുഴുവൻ ലോകത്തേക്കും വ്യാപിച്ചിരിക്കുന്നുവെന്നും ഇപ്പോൾ അവർ വലിയ അന്താരാഷ്ട്ര സംവിധാനത്തിൽ പങ്കാളികളാണെന്നും റിപ്പോർട്ട് പറയുന്നു. ഏതായാലും ഈ ക്ലാസിഫൈഡ് ഫിനിഷ് മിലിറ്ററി ഇന്റലിജൻസ് റിവ്യൂ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. കിഴക്കൻ യുക്രൈനിൽ പാസഞ്ചർ ട്രെയിനിൽ റഷ്യൻ ഡ്രോൺ ഇടിച്ചുകയറി 5 പേർ കൊല്ലപ്പെടുകയും 4 പേരെ കാണാതാവുകയും ചെയ്തു. ആക്രമണത്തെ പ്രസിഡന്റ് വോൾഡിമിർ സെലൻസ്കി വിമർശിച്ചു. മിന്നപ്പോളിസിൽ നടന്ന ഒരു ടൗൺ ഹാൾ യോഗത്തിൽ സംസാരിക്കുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശത്രുവും മിനസോട്ട പ്രതിനിധിയുമായ ഇൽഹാൻ ഒമർ ആക്രമിക്കപ്പെട്ടു. ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പെട്ടെന്ന് സദസ്സിൽ നിന്നൊരാൾ അവരുടെ നേരെ പാഞ്ഞെടുത്ത് ഒരു അജ്ഞാത വസ്തു തളിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ആക്രമണകാരിയെ നിമിഷങ്ങൾക്കുള്ളിൽ കീഴ്പ്പെടുത്തുന്നത് ഒരു വീഡിയോയിൽ കാണാം. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.